ഏഴകളിൽ പാപം ഏതും ചുമക്കുന്ന ഏക കർത്താവിനു സാദരം നാം പാടുമോ. ഹല്ലേലൂയ ഗീതം പാടുവോ, ഹല്ലേലൂയ മാറിപ്പോകുമേ. വല്ലവൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. വല്ലവൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 31 സങ്കീർത്തനം 15 വാക്യം. എൻ്റെ കാലഗതികൾ നിൻ്റെ കയ്യിലിരിക്കുന്നു, എൻ്റെ ശത്രുക്കളുടെയും എന്നെ പീഡിപ്പിക്കുന്നവരുടെയും കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. ഈ വാക്യത്തിലൂടെ തൻ്റെ ജീവിതത്തിന്മേലുള്ള ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള അഗാധമായ വിശ്വാസത്തെയും തന്നെ ഉപദ്രവിക്കുവാൻ ശ്രമിക്കുന്നവരിൽ നിന്നുള്ള സംരക്ഷണത്തെയും പ്രകടിപ്പിക്കുന്നു. ദൈവിക രക്ഷയും സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ആഗ്രഹവും ദാവീദ് ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. ഈ വാക്യത്തെ തുടർന്ന് തൻ്റെ മേൽ ദൈവത്തിൻ്റെ മുഖം പ്രകാശിക്കണമെന്നും ദൈവത്തിൻ്റെ സ്നേഹതയിൽ തന്നെ സംരക്ഷിക്കണമെന്നുമുള്ള ഒരു അഭ്യർത്ഥനയുമുണ്ട്. ദൈവത്തിൻ്റെ പ്രീതിയും കരുണയും ലഭിപ്പാനും ഈ വാക്യം ആഹ്വാനം ചെയ്യുന്നു. പ്രിയ സ്നേഹിതരെ, നമ്മുടെ ജീവിതം ദൈവിക നിയന്ത്രണത്തിലാണ്. നമ്മുടെ ശത്രുക്കളുടെ മേൽ ആത്യന്തികമായ വിജയം നേടുവാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. ദൈവത്തിൻ്റെ സംരക്ഷണവും സുരക്ഷിതത്വവും ലഭിച്ചെങ്കിൽ മാത്രമേ ഈ ലോകത്തിൽ സുരക്ഷിതരായി ജീവിക്കുവാൻ നമുക്ക് കഴിയൂ. ഈ ബോധ്യതയിൽ അവൻ്റെ സംരക്ഷണയിൽ അവൻ്റെ കാവലിൽ ജീവിപ്പാൻ നമ്മെ തന്നെ അവൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. പ്രാർത്ഥിക്കാം. ദൈവമേ, ദൈനംദിന ജീവിതത്തിൽ നിൻ്റെ സംരക്ഷണവും കാവലും അനുഭവിപ്പാൻ കൃപ ചെയ്യണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.